ജസ്റ്റ് 15 dirhams. ഓഫ് കോഴ്സ് ഗൈസ്, ജസ്റ്റ് 15 dirhams ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ചില്ലാക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് വാസിദ് വെറ്റ്ലാൻഡ്. എൻ്റർ ചെയ്ത് ഒരു QR കോഡ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വൈൽഡ് ബേർഡ്സിനെ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് വൈൽഡ് ബേർഡ്സ് ഉണ്ട്. ഇതൊന്നും ഗിനിക്കോഴിയല്ല കേട്ടോ, വേറെ കൈൻഡ് ഓഫ് ബേർഡ്സ് ആണ്. നമുക്കൊരു ബേർഡിൻ്റെ കുളിസീൻ കാണാം. പിന്നെ ഇത്ര വലിയ ബേർഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവരൊക്കെ ഇങ്ങനെ ഇവിടെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ സോൾമേറ്റിനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. ഞങ്ങളങ്ങനെ കുറേ സമയം കണ്ണും നോക്കി കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, പുള്ളിക്കാരൻ എന്നെ തന്നെ നോക്കുമായിരുന്നു. പിന്നെ ആണെങ്കിൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു ബേർഡ് ഉണ്ടായിരുന്നു. എന്തൊരു ശുഷ്കാന്തിയാന്ന് നോക്കൂ, ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് തല മുഴുവൻ പേൻ പിടിച്ചൊരു കിളി, പിന്നെ ഒറ്റക്കാലം നിൽക്കുന്നൊരു കിളി. കിളികളൊക്കെ കണ്ടതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് 4.5 kilometers ഉള്ള കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു ബഗീറൈഡാണ്. ആഫ്രിക്കയിൽ നിന്ന് വന്ന മരങ്ങളാണ് ഇതെന്നാണ് പുള്ളി നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഗൈഡ് പുള്ളിക്കാരൻ ശ്രീലങ്കക്കാരനാണ് കേട്ടോ. അപ്പോൾ നാച്ചുറൽ ലേക്കാണിത്. പുല്ലും അടിപൊളി ലേക്കൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൊണ്ട് ഫാമിലിയോടെ വരാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടാണിത്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് സൈഡ് സീയിങ്ങിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങി നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, കിളികളുടെ കുളിസീൻ കാണാം. അപ്പോൾ കിളികൾ സോപ്പ് തേച്ച് കുളിക്കുന്ന വല്ല കിളിയുണ്ടോ എന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ബൈനോക്കുലർ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ പുള്ളിക്കാരൻ പറഞ്ഞു മാനുകളൊക്കെ കാണുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വിഷമത്തിലായിരുന്നു. മാനുകളെ ഒന്നും അതിൻ്റെ ഇടയ്ക്കൊക്കെ നോക്കിയൊന്നും കാണുന്നില്ല. ഫൈനലി ഞങ്ങൾ കണ്ടു ഗൈസ്, 3-4 മാനുകളെ കണ്ടു. ഇതാണ് ഞങ്ങൾ കണ്ട മാനുകൾ. എൻ്റെ പുറകിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു മാനിനെ കാണാം, കണ്ടോ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.